പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ ഇന്ന് മന്ത്രിമാരും ഇടത് നേതാക്കളും ഒക്കെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്നതാണ് കണ്ടത്. കേന്ദ്രത്തിന്റേത് പകപോക്കൽ രാഷ്ട്രീയമാണെന്നാണ് CPM-ന്റെ ആരോപണം. മന്ത്രിയെ വെട്ടി BJP സംസ്ഥാന അധ്യക്ഷനെ തിരികെ കയറ്റി എന്നാണ് കുറ്റപ്പെടുത്തുന്നത് മന്ത്രിമാർ ഉൾപ്പെടെ. അങ്ങേയറ്റത്തെ മര്യാദകേടാണ് ഇന്ത്യ ഗവൺമെന്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ കാണിച്ചത്. മതനിരപേക്ഷ കേരളത്തോടുള്ള പ്രധാനമന്ത്രിയുടെ വെല്ലുവിളിയാണ്, അപമാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അവസരത്തിൽ പൊതു പരിപാടികൾ BJP നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന രീതിയാണ് കണ്ടുവരുന്നത്. ഭരണഘടനാ ലംഘനത്തിന്റെ കാര്യത്തിലും പ്രോട്ടോകോൾ ലംഘനത്തിന്റെ കാര്യത്തിലും ഗവൺമെന്റ് ചടങ്ങുകളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന്റെ കാര്യത്തിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെടേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലൂടെയാണ് ഈ രണ്ടാമത്തെ ഉദ്ഘാടനം ചെയ്യുന്ന റീച്ച് കടന്നു പോകുന്നത്. എന്നിട്ടും അദ്ദേഹത്തെ ഈ പരിപാടിയുടെ ഭാഗമായി ക്ഷണിച്ചില്ല എന്നുള്ളത് വ്യക്തിപരമായ പ്രശ്നമല്ല, കേരളത്തോടെടുക്കുന്ന BJP ഗവൺമെന്റിന്റെ രാഷ്ട്രീയമായ പകപോക്കലാണ്. പ്രോട്ടോകോൾ അനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ടെന്നും മരുമകനെ ക്ഷണിക്കേണ്ടതില്ല എന്നതുമായിരുന്നു ആരോപണങ്ങൾക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. അതുകൂടി നമുക്ക് കേൾക്കാം. BJPക്കൊരു അങ്ങനെ നിലപാടൊന്നുമില്ല. ഹെഡ് ഓഫ് സ്റ്റേറ്റ് മുഖ്യമന്ത്രിനെ വിളിക്കുന്നു, ഗവൺമെന്റ് എത്രയോ പ്രോഗ്രാം ഇന്ന് പ്രഖ്യാപിക്കുന്നു, ഇനോഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ മുഖ്യമന്ത്രിനെ വിളിച്ചു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒപ്പം മരുവനും കുടുംബം എല്ലാം വിളിക്കണമെന്ന് എവിടെ എഴുതിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഒപ്പം ആര് വരണം മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. ഇനിയിപ്പോൾ 30 ദിവസം കഴിഞ്ഞിട്ട് റിയാസും മന്ത്രിയാവില്ല, മുഖ്യമന്ത്രി ആവില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കുക, അതിൽ മാധ്യമ സുഹൃത്ത് പങ്കാളി ആവണ്ടെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. 7 ദിവസം മുമ്പേ മുഖ്യമന്ത്രിക്ക് അറിയാലോ ഇങ്ങനെ പ്രധാനമന്ത്രി വരുന്നുണ്ടെന്ന്. അപ്പോൾ അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? വിവാദത്തിൽ ഏതായാലും കരുതലോടെയായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. മുഖ്യമന്ത്രി പങ്കെടുക്കാത്തത് തെരഞ്ഞെടുപ്പ് നാടകമാണെന്നാണ് ആരോപണം. അല്ല, റിയാസിനെ വിളിക്കേണ്ടതായിരുന്നു. സംസ്ഥാനത്തെ PWD മന്ത്രിയാണ്, സാമാന്യ മര്യാദ വിളിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പം കാണിക്കുന്ന നാടകം തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ്. ഇത്രയും കാലം BJP ആമാടപ്പെട്ടി കൊടുത്ത് മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്ന ഒരാള് ഇപ്പൊ ആമാടപ്പെട്ടിയില്ല, ആറുമുളക്കണ്ണാടിയില്ല, ഇപ്പൊ പങ്കെടുക്കുന്നില്ല എന്നാ പറയുന്നത്. പങ്കെടുത്തിട്ട് പറയണമായിരുന്നു അവിടെ. ഇപ്പൊ ആമാടപ്പെട്ടി ആറുമുളക്കണ്ണാടി ഒന്നും കൊടുക്കാതെ, പൂച്ചെണ്ടും കൊടുക്കാതെ മാറി നിൽക്കുന്നതിന്റെ രാഷ്ട്രീയം കേരള ജനതയ്ക്ക് മനസ്സിലാവും. ഒരു വ്യാജ ഏറ്റുമുട്ടൽ തന്നെയാണ്, ഒരു നാടകം തന്നെയാണ്. അവകാശവാദങ്ങൾ നേരത്തെയും പരസ്പരം ഉന്നയിച്ചിരുന്നു. ദേശീയപാത നിർമ്മാണ വേളയിൽ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് കേരളത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഈ പാത നിർമ്മാണത്തിൽ കോടികളുടെ അഴിമതിയുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? അക്കാര്യത്തിലാണ് ഇവർ കൃത്യമായ ഉത്തരം പറയേണ്ടത്. കേരളത്തിൽ CPM-ഉം BJP-യുമായിട്ട് ധാരണയാണ്. കേന്ദ്ര സർക്കാരും പിണറായി സർക്കാരുമായിട്ട് ഒത്തുകളിയാണ്. ആ ഒത്തുകളിയുടെ മറ്റൊരു രംഗമാണ് ഇന്ന് നമ്മൾ വീക്ഷിച്ചത്. പക്ഷേ എന്നാൽ ഏത് സർക്കാർ പരിപാടിയിലും ബന്ധപ്പെട്ട ആളുകൾ വിളിക്കുന്നതാണ് അതിന്റെ ഒരു കീഴ്വഴക്കവും മര്യാദയും. ആദിൽ പാലോടാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ആദിൽ, സംസ്ഥാന സർക്കാർ ഒപ്പം മന്ത്രിമാർ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയർത്തുമ്പോൾ മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടുണ്ട്, മരുമകനെ വിളിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അധിക്ഷേപിക്കുന്നത് BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ. ആ മരുമകൻ എന്ന് പറയുന്നത് പൊതുമരാമത്ത് മന്ത്രിയാണ്. ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് പൊതുമരാമത്ത് വകുപ്പാണ്. അതിനെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു BJP എന്നതാണ്. മാത്രമല്ല ഇതിൽ കോൺഗ്രസിന്റെ നിലപാടും ശ്രദ്ധേയമാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ BJP-യും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതൊരു നാടകമാണ് എന്നതാണ് കോൺഗ്രസ് പറയുന്നത്. ഉറപ്പായും ഈ വിവാദത്തെ തുടർന്ന് രൂക്ഷമായ വാദപ്രതിവാദങ്ങളും വാക്പോരുമാണ് നേതാക്കൾ തമ്മിൽ ഉണ്ടാകുന്നത് എന്നതാണ്. ഈ വിവാദം പുറത്തുവിട്ട് റിപ്പോർട്ടർ TVയിലൂടെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മന്ത്രിമാരെല്ലാം ക്ഷോഭത്തോടെ പ്രതികരിക്കുന്നത്, പൊട്ടിത്തെറിക്കുന്നതാണ് കേരളം കണ്ടത്. മര്യാദകേടാണ് PMO-യിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത് എന്ന് MP രാജേഷ് പറയുന്നു. അപമാനമാണ് സംഭവിച്ചിരിക്കുന്നത്, കേരളത്തിനുള്ള അപമാനമാണ്. നേരത്തെയും തനിക്ക് ഇവിധത്തിലൊരു അപമാനമുണ്ടായി. ആധാർ കാർഡ് കാണിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് തിരുവനന്തപുരത്തെ പരിപാടിയിൽ തന്നോട് SPG ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. പലതരത്തിൽ കേരളത്തെ അപമാനിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് MP രാജേഷ് പറയുന്നു. ഭരണഘടനാ ലംഘനമാണെന്നും സുപ്രീം കോടതി ഇടപെടണമെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം വരുന്നു. രാഷ്ട്രീയ പകപോക്കലാണ് നടക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിക്കുന്നു. അതിനിടെ മറുത്തുള്ള പ്രതികരണങ്ങളുമുണ്ട്. മുഖ്യമന്ത്രിയെ വിളിച്ചാൽ പോരെ, മരുമകനെ കൂടി വിളിക്കണോ എന്ന ചോദ്യമാണ്. കുടുംബത്തെ മുഴുവൻ പങ്കെടുപ്പിക്കാൻ കഴിയില്ല എന്ന പ്രതികരണം BJP നടത്തുമ്പോൾ ശ്രദ്ധിച്ച് പരിഹാസത്തോടെയുള്ള പ്രതികരണമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്.
ശരി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഇതിലെ രാഷ്ട്രീയ വിവാദം വരും ദിവസങ്ങളിലും ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഏതായാലും വലിയ ആയുധമാക്കുകയും ചെയ്യും.